വർഷത്തിൽ ഒരു തവണ മുഖംമൂടി അണിഞ്ഞ് അവിടെ ഒരു ഉത്സവം നടക്കാറുണ്ടായിരുന്നു. ആ ഉത്സവത്തിന്റെ ആഘോഷത്തിലായിരുന്നു ഗ്രാമവാസികളും ഒപ്പം ലൂണയും എലീസയും ആദിയും. പെട്ടെന്ന് ചില മൂടിയിലെ പ്രകാശം അണയാൻ തുടങ്ങി. എന്തോ അരുതാത്തത് സംഭവിക്കുന്നത് പോലെ. എന്താണെന്നറിയാനായി ഉത്സവം നടക്കുന്ന സ്ഥലത്തു നിന്നും അവർ കുറച്ചു ദൂരേക്ക് മാറി. അപ്പോഴതാ അവിടെ ഒരു കല്ലിൽ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാരാണ് വരച്ചതെന്നറിയാതെ അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അവർ ഒടുവിൽ തൊട്ടടുത്ത് പൂട്ടിക്കിടന്ന ഒരു തിയേറ്ററിന് മുൻപിലെത്തി. അവർ മെല്ലെ അകത്തേക്ക് കടന്നു. ചുറ്റും പൊടി പിടിച്ച് അലങ്കോലമായി കിടക്കുകയായിരുന്നു ആ തിയേറ്റർ. അതിനു മുന്നിലായി ചുമന്ന കണ്ണുകളുള്ള ചിരിക്കുന്ന ഒരു മുഖംമൂടി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എന്ന് തിയേറ്ററിന്റെ വാതിലുകൾ അടഞ്ഞു. കുറെ കറുത്ത പൂച്ചകൾ അവർക്ക് ചുറ്റും ഓടി വന്നു. ഇടിച്ച് അവർ മൂവരും 3 ദിശയിലേക്ക് ഓടി. ആദ്യം ഓടിയത് അവിടെ ഒരു ഗുഹയ്ക്കുള്ളിനകത്തേക്കായിരുന്നു. നിറയെ ചുമന്ന കണ്ണുകളുള്ള പൂച്ച അവനെ നോക്കി. എലീസയ്ക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കാടു പിടിച്ചു കിടന്ന തിയേറ്ററിന്റെ ഒരു ഭാഗത്തേക്കായിരുന്നു അവൾ എത്തിയത്. എന്നാൽ ലൂണയാകട്ടെ തിയേറ്ററിന്റെ പ്രത്യേകം നിർമ്മിച്ച പുരാതനമായ ഒരു പ്രൊജക്ടറിന്റെ അടുത്തേക്കാണ് എത്തിയത്. തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഈ പ്രൊജക്ടർ ആണോ എന്ന സംശയം തോന്നിയ അവൾ ആ പ്രൊജക്ടർ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രൊജക്ടർ നശിപ്പിച്ചപ്പോൾ തിയേറ്ററിനുള്ളിൽ പ്രകാശം കയറി. തിയേറ്റർ ശാന്തമായി. എല്ലാ പ്രശ്നങ്ങളും മാറിയ സന്തോഷത്തിൽ അവർ മുന്നിലേക്ക് നടന്നു. അടുത്ത ഭിത്തിയിലെ മുഖംമൂടിയിൽ അവർ അല്പനേരം നോക്കി നിന്നു. എന്നിട്ട് മെല്ലെ വീട്ടിലേക്ക് നടന്നു.